കൊയ്ത്ത് വളരെയുണ്ട്, സത്യം. വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിൻ്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പൻ. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ഈ ലോകത്തിലേക്ക് പ്രവേശിച്ചു. ഈ ലോകത്തിലെ മരണങ്ങളുടെ നിലവാരം ഒന്ന് പരിശോധിച്ചാൽ നമുക്കറിയാം, ഈ ഭൂമിയിലെ സകല മനുഷ്യരും ഒരു നാൾ മരിക്കും. ഒരു മനുഷ്യൻ്റെ സ്വാഭാവിക മരണം, വാർദ്ധക്യ മരണം, അതൊരിക്കലും നമ്മെ ഭയപ്പെടുത്തുകയോ നടുക്കുകയോ ചെയ്യാറില്ല, ചെയ്തിട്ടില്ല. എന്നാൽ ദുരൂഹ സാഹചര്യങ്ങളിൽ നടക്കുന്ന ചില മരണങ്ങൾ, കൊലപാതകങ്ങൾ നമ്മെ വല്ലാതെ ഭയപ്പെടുത്തുന്നു, നമ്മെ വല്ലാതെ അത് നടുക്കുകയാണ്. ഈ ദിവസങ്ങളിൽ നാം കേൾക്കുന്ന കൊലപാതകങ്ങൾ അതൊരിക്കലും വർണ്ണിക്കുവാൻ കഴിയുന്നതല്ല. ശരീരഭാഗങ്ങൾ അറുത്തുകൊണ്ട് അല്പം പോലും ശരീരത്തോട് ബഹുമാനമില്ലാതെ, മനുഷ്യനോട് ആദരവില്ലാതെ വെട്ടി നുറുക്കുന്ന കാഴ്ചകളാണ് ഈ നാളുകളിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മെ ഭയപ്പെടുത്തുന്നത്. അത് മരണത്തിൻ്റെ മറ്റൊരു മുഖമാണ്, മരണശക്തിയുടെ മറ്റൊരു ഭാവമാണ്. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. സ്വാഭാവിക മരണം അത് മറ്റൊരു ഭാവമാണ്. എല്ലാം പിശാചിൻ്റെ പ്രവൃത്തിയാണ്. ചിലത് മാത്രമാണ് നമ്മെ നടുക്കുന്നത്. വളരെ ക്രൂരമായ ചില മരണങ്ങൾ അത് നമ്മെ വല്ലാതെ നടുക്കുന്നു. അത് പിശാചിൻ്റെ മ്ലേച്ഛതയുടെ ഏറ്റവും കൂടിയ തലമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, പിശാച് തന്ത്രശാലിയാണ്. ചിലർ യേശുവിനെ അറിയാതെ അപ്പോൾ തന്നെ വലിയ തത്വങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്, വലിയ ജ്ഞാനമൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല മനുഷ്യരായി മാന്യരായി ജീവിച്ച് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നുണ്ട്. അവരോടൊന്നും നമുക്ക് വലിയ അനുകമ്പയോ അല്ലെങ്കിൽ അവരുടെ മരണത്തിൽ വലിയ ഭയമോ നമുക്ക് തോന്നാറില്ല. കാരണം ആ മരണം ഡീസൻ്റാണ് നമുക്ക് തോന്നുകയാണ്. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിനെ അറിയാതെ രക്ഷിക്കപ്പെടാതെയുള്ള മരണങ്ങളെല്ലാം നിത്യമരണങ്ങളാണ്. ചില മരണങ്ങളിൽ പിശാച് താണ്ഡവ നൃത്തമാടുകയാണ്. അത് മാത്രമാണ് നമ്മെ ഭയപ്പെടുത്തുന്നത്. ചിലർ ദൈവമില്ലെന്ന് പറഞ്ഞ് സ്വഭാവത്താൽ നല്ല മാന്യന്മാരായിട്ടൊക്കെ രക്ഷകനെ അറിയാതെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നുണ്ട്. അതും ഒരു വലിയ നഷ്ടം തന്നെയാണ്. നമ്മെ നടുക്കുന്നതും നമ്മെ ഭയപ്പെടുത്തുന്നതും നമ്മുടെ കണ്ണ് നനയിപ്പിക്കുന്നതുമായ കാഴ്ചകളല്ല ഇന്ന് പകൽ നാം കേട്ട വചനത്തിലുള്ളത്. യേശു ഒരു പട്ടണത്തിലേക്ക് ചെന്നപ്പോൾ ആ പട്ടണത്തിലുള്ള സകല മനുഷ്യരെയും കണ്ട് മനസ്സലിഞ്ഞു. നമ്മുടെ കണ്ണു നനയുന്ന അനുഭവങ്ങൾ അതൊരു വ്യക്തിയുടെ ദാരിദ്ര്യവും ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ കഠിനമായ ചില പരീക്ഷകളുമൊക്കെയാണ് നമ്മെ വല്ലാതെ തകർക്കുന്നത്. അല്പമെങ്കിലും ഒരു മനസ്സലിവ് നമുക്കുണ്ടാകുന്നത് അങ്ങനെയുള്ള കാഴ്ചകളിലാണ്. എന്നാൽ യേശുവിന് ഒരു പട്ടണത്തെ മുഴുവൻ കണ്ടിട്ട് മനസ്സലിഞ്ഞു. ഒരു പക്ഷേ നമ്മുടെ മനസ്സലിയാത്ത, സാമ്പത്തികമായി മുൻപന്തിയിൽ നിൽക്കുന്ന ആരോഗ്യമുള്ള പല വ്യക്തിത്വങ്ങളും
ആ പട്ടണത്തിലുണ്ട്. അവരെ കണ്ടൊന്നും നമ്മുടെ മനസ്സലിയാറില്ല. എന്നാൽ യേശു എല്ലാവരെയും കണ്ടും മനസ്സലിഞ്ഞു. അപ്പോൾ യേശു എന്താണ് കണ്ടത്? യേശു കണ്ടത് അവരുടെ ജീവിതത്തിൽ ദൈവമില്ലാത്ത അവസ്ഥയാണ്. യേശു കണ്ടത് ദൈവമില്ലാത്ത അവസ്ഥയിൽ അവർ കുഴഞ്ഞവരും ചിന്നിയവരുമായിരിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, യേശു കണ്ടതുപോലെ ഇന്ന് പകൽ കാര്യങ്ങൾ കാണുവാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിന് വേണ്ടി നമുക്ക് യാചിക്കാം. അങ്ങനെ കാണുമ്പോൾ നാം അല്പം കൂടി ശ്രദ്ധയോടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. മരണത്തിൻ്റെ ഭീകരത എന്തെന്ന് നാം അല്പം കൂടി ആഴമായി ഗ്രഹിക്കും. പിശാച് പലരെയും അടക്കി വാഴുകയാണ്. പിശാചിൻ്റെ പ്രവൃത്തികൾ അഴിപ്പാനാണ് മനുഷ്യപുത്രൻ വന്നത്. ഇന്ന് പകൽക്കാലം സുവിശേഷം പങ്കുവയ്ക്കുവാൻ വേലക്കാർ എഴുന്നേൽക്കട്ടെ. പരിശുദ്ധാത്മാവിനോട് നമുക്ക് യാചിക്കാം. ഈ കാലഘട്ടത്തിന്മേൽ അനേക വേലക്കാരെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. പ്രാർത്ഥനയോടെ ദൈവവചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.